അപ്പം ഗായ്സ് നമുക്ക് വേണ്ടേ പുതിയൊരു ചെടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, അവനെ കയ്യോടെ ഇങ്ങി പൊക്കി. പക്ഷേ എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. മിക്ക ചെടി ഇങ്ങനെ തന്നെ കേട്ടോ, ഞാൻ കൊണ്ട് നട്ട് വയ്ക്കും, പക്ഷേ എനിക്ക് പേരറിയില്ല. ഇപ്പം ഈ ചെടിച്ചട്ടി കണ്ടോ, ഇതിനകത്ത് ഞാൻ ഓൾറെഡി ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വേനൽ സമയത്തായിരുന്നു ഞാനിത് വെച്ചത്, അതുകൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോയി, വേരൊന്നും പിടിക്കാണ്ട് കരിഞ്ഞു പോയി. ഇതിങ്ങനെ മരം പോലെയായി വരുന്ന ചെടിയായിരുന്നു. വൈറ്റ് പൂവൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ പിഴുത് കളയാണ്. കണ്ടോ, വേരൊന്നും പിടിച്ചിട്ടില്ല, ചൂടൊക്കെ ഉണ്ടോ. അപ്പോൾ അവിടെ ചീഞ്ഞു പോയി. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഇവനെ അതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴെങ്കിലും ആ ചെടിയുടെ കമ്പ് കൊണ്ടൊന്ന് നട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് മണ്ണൊക്കെ ഞാൻ പുതിയ മണ്ണാണ് ഇതിൽ എടുത്തിട്ടേക്കുന്നത്, അതുകൊണ്ട് പിന്നെ വലിയ പാടൊന്നുമില്ല. അപ്പം മഞ്ചാടി ഞാൻ ക്യാമറ എടുത്ത് എനിക്കെല്ലാം കൂടെ റിസ്ക് ആയതുകൊണ്ട് മഞ്ചാടി ചെടിക്ക് കുഴിയൊക്കെ എടുത്ത് തരാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ കൂട്ടിയാൽ കൂടുമെന്ന് തോന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യാമെന്ന്. ഞാനങ്ങനെ അവളുടെ നിന്ന് വാക്കത്തി മേടിച്ച് ഞാൻ തന്നെ ഒരു തുരങ്കമൊക്കെ ഉണ്ടാക്കി ഗൈസ്. അപ്പം ഞങ്ങളൊരു കുഞ്ഞു തുരങ്കം ഉണ്ടാക്കി. മഞ്ചാടിയാണ് ചെടി വയ്ക്കുന്നത്. മഞ്ചാടിയോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് ചെടി നട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ പ്രാർത്ഥിച്ച് തട്ടെ നന്നായിട്ട് കിളുക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ച് ചെടി അവൾ അതിനകത്ത് നട്ട് വെച്ചു. പക്ഷേ നമ്മുടെ കുഴി കുഞ്ഞിതായിപ്പോയി. അതുകൊണ്ട് ഇത് തണ്ടിന് കനമില്ലാത്ത ചെടി ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തളർന്ന് കിടക്കും കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെടുത്ത് മാറ്റിയിട്ട് ഒന്നുകൂടെ കുറച്ചും കൂടെ വലിയ കുഴിയാക്കിയിട്ട് നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചെടീനെ വീണ്ടും പിഴുതെടുത്ത് മാറ്റി, എന്നിട്ട് വീണ്ടും ഞാൻ കുഴി കുത്തുകയാണ് ഗൈസ്. ഞാൻ വലിയൊരു കുഴി ഉണ്ടാക്കി, മുമ്പത്തെക്കാട്ടിലും വലിയൊരു കുഴി ഉണ്ടാക്കി. ഇപ്പം സെറ്റായി, ഇപ്പം കറക്റ്റ് കണ്ട. ഇനിയിപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അതിനകത്ത് നിന്നോളും. ഓക്കെ, സെറ്റ് എല്ലാം കഴിഞ്ഞു. മണ്ണൊക്കെ നന്നായിട്ടിട്ടു. 2 തണ്ട് ഒടിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ അത് ഒടിഞ്ഞ് കിടപ്പുണ്ട്. അതിന് ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോകാനേ വഴിയുള്ളൂ. പക്ഷേ ഇത് സ്പ്രെഡാവുന്നതാണ് കേട്ടോ. ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ കുറേ ആയിട്ടിങ്ങനെ വളരുന്നതാണ്. അപ്പോൾ കുറച്ചായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പറിച്ച് മാറ്റി വേണമെങ്കിൽ നടണമെങ്കിൽ നടാം. ഈ ഒരു ചെടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.